ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസത്തിലെ 4ാമത്തെ മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ക്ലാസിസിസം, റിയലിസം, സിംബോളിസം തുടങ്ങിയ ചില ലിറ്റററി മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് ഈ ഭാഗത്ത് പറയുന്നത്. നമ്മളിവിടെ അതിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ക്ലാസിസിസം, ഏൻഷ്യന്റ് ഗ്രീക്ക് ആൻഡ് റോമൻ ആർട്ട് സ്റ്റൈൽ ആൻഡ് തിയറി emphasizing balance, rationality and formal precision. ക്ലാസിസിസം എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറികളാണ്. നമ്മൾ 1ാമത്തെ മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഹൊറേസ് തുടങ്ങിയിട്ടുള്ള ആളുകളുടെ തിയറികളാണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് പറയുന്നത് റേഷണാലിറ്റി, അതുപോലെ തന്നെ ഫോമൽ പ്രിസിഷൻ എന്നുള്ളതാണ്. നമ്മൾ ആ മൊഡ്യൂളിനകത്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് ആക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ക്ലാസിസിസം. അസോസിയേറ്റഡ് വിത്ത് ഏർലി പീരീഡ്സ് ഇൻ ഗ്രീസ്, റോം, 17th-18th സെഞ്ചുറി യൂറോപ്പ് ആൻഡ് എൻലൈറ്റ്മെൻറ്റ് ഫ്രാൻസ്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ BC കാലഘട്ടത്തിൽ ഗ്രീസ്, റോം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇത് ഉണ്ടായിരുന്നത്. അതിനുശേഷം 17th-18th സെഞ്ചുറിയിൽ യൂറോപ്പിൽ ഇത് വീണ്ടും പ്രചാരത്തിൽ വരികയുണ്ടായി. കീ ക്യാരക്ടറിസ്റ്റിക്സ്. ക്ലാസിസിസം എംഫസൈസസ് ഓർഡർ ആൻഡ് യൂണിറ്റി ഇൻ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ യൂണിറ്റി ഇൻ ആക്ഷൻ, യൂണിറ്റി ഇൻ ടൈം തുടങ്ങിയിട്ടുള്ള ഫോർമലായിട്ടുള്ള, അതിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റുകളിലാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇത് റിജക്ട്സ് ആംബിഗ്വിറ്റി, ഫ്ലൈറ്റ്സ് ഓഫ് ഇമാജിനേഷൻ ഓർ ലാക്ക് ഓഫ് റെസൊല്യൂഷൻ. കൂടാതെ നമുക്ക് മോഡേൺ ലിറ്ററേച്ചറിനകത്ത് കാണാൻ കഴിയുന്ന ആംബിഗ്വിറ്റി, അതായത് എന്താണ് റൈറ്റർ ഉദ്ദേശിച്ചെന്നുള്ള കാര്യം വായനക്കാർ ഊഹിച്ചെടുക്കുന്ന രീതിയിൽ വരുന്ന സാഹചര്യങ്ങൾ, അത്തരത്തിലുള്ള ഇമാജിനേഷനുള്ള സാധ്യതകൾ, ഒരു കൃത്യതയില്ലാത്ത ഒരു അവസ്ഥ, അത്തരം കാര്യങ്ങളെല്ലാം ക്ലാസിസിസം റിജക്റ്റ് ചെയ്യുന്നു. പകരം അത് വളരെ ക്ലിയർ ആയിരിക്കണം എന്നുള്ള ഒരു സങ്കല്പമാണ് ക്ലാസിസിസത്തിനകത്തുള്ളത്. Classicism involves emulating the forms and styles found in these classical works such as epics, tragedies and comedies. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ക്ലാസിക്കൽ വർക്കുകളെ എമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോം അനുകരിക്കുക എന്നുള്ള സംവിധാനമാണ് ക്ലാസിസിസത്തിനകത്ത് വരുന്നത്. Authors aim to create works that were not only entertaining but also conveyed moral lessons and themes that were universally applicable. ഇനി ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഇതൊരു എൻലൈറ്റ്മെന്റ്, ഒരു എന്റർടൈൻമെന്റിന് പുറമെ ഒരു എൻലൈറ്റ്മെന്റ് കൂടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആളുകൾക്ക് ഒരു മോറൽ ആയിട്ടുള്ള സന്ദേശം കൊടുക്കുക, ധാർമ്മികമായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളത് ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ ഭാഗമായിരുന്നു. കൂടാതെ യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയിട്ടുള്ള തീമുകൾ ഉപയോഗിക്കുക എന്നുള്ളതും ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നതാണ്. അടുത്തത് നിയോ ക്ലാസിസിസം. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്ലാസിക്കൽ ലിറ്റററി തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ്. വെസ്റ്റേൺ കൾച്ചറൽ മൂവ്മെന്റ് ഡ്രോവിംഗ് ഇൻസ്പിറേഷൻ ഫ്രം ക്ലാസിക്കൽ ആന്റിക്വിറ്റി, പർട്ടിക്കുലർലി ഗ്രീക്ക് ആൻഡ് റോമൻ ആർട്ട് ആൻഡ് കൾച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രീക്ക്, റോമൻ, ക്ലാസിക്കൽ കൾച്ചറിൽ നിന്ന് ഒരു സ്വാധീനം ഉൾക്കൊണ്ടിട്ടുള്ള ലിറ്റററി മൂവ്മെന്റ് ആണ് നിയോ ക്ലാസിസിസവും. 17th-18th സെഞ്ചുറിയിലാണ് ഇംഗ്ലണ്ടിൽ ഇത് പ്രചാരത്തിൽ ഉണ്ടാവുന്നത്. മാർക്ക്ഡ് ബൈ ദ റീസ്റ്റോറേഷൻ ആൻഡ് ദി ഏജ് ഓഫ് ജോൺസൺ. റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് ഈ പ്യൂരിറ്റാൻ കാലഘട്ടത്തിന് ശേഷം, പ്യൂരിറ്റാനിസത്തെ കുറിച്ചിട്ട് നമ്മൾ മുൻപുള്ള മൊഡ്യൂളിൽ കണ്ടിട്ടുണ്ട്. അതായത് ഈ ആർട്ട്, അതുപോലെ തന്നെ ലിറ്ററേച്ചർ തുടങ്ങിയവയോട് വലിയ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ഇംഗ്ലണ്ടിൽ ഭരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ വീണ്ടും ഒരു മൊണാർക്കിയിലേക്ക്, രാജഭരണത്തിലേക്ക് തിരിച്ചു വന്നൊരു കാലഘട്ടമാണ്. അവിടെയാണ് വീണ്ടും ക്ലാസിസിസം കടന്നു വരുന്നത്. ആ ഒരു അവസ്ഥയാണ് നിയോ ക്ലാസിസിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് റിവൈവൽ ഓഫ് ക്ലാസിസിസം ഇൻ ലിറ്ററേച്ചർ. അപ്പോൾ ഈ പേര് നമുക്കറിയാം, നിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ എന്നാണ് അർത്ഥം. അതായത് ക്ലാസിസിസം ഈ പ്യൂരിറ്റൻ കാലഘട്ടത്തിൽ ഇല്ലാതെയായതിനു ശേഷം വീണ്ടും അത് തിരിച്ചു വന്നൊരു കാലഘട്ടമാണ് നിയോ ക്ലാസിസിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് മോഡൽ ദെയർ വർക്ക്സ് ഓൺ ക്ലാസിക്കൽ ടെക്സ്റ്റ് ആൻഡ് ഫോളോഡ് വേരിയസ് എസ്തെറ്റിക് വാല്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഒരു മോഡലായി എടുത്തുകൊണ്ട് അതിലെ രീതികൾ അനുകരിക്കുന്ന സംവിധാനം തന്നെയാണ് നിയോ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനകത്തും ഉള്ളത്. ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ആൻഷ്യന്റ് ഗ്രീസ് ആൻഡ് റോം. നമ്മൾ കണ്ടതുപോലെ ആദ്യം ഗ്രീസിലും റോമിലും ഉണ്ടായിരുന്ന ആ ഒരു ലിറ്റററി കൾച്ചർ അനുകരിക്കുക എന്നുള്ള സംവിധാനം തന്നെയാണ് നിയോ ക്ലാസിസിസത്തിലും നമ്മൾ കാണുന്നത്. റൊമാൻറ്റിസിസം 1790-1850. 18ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം മുതൽ 19ാം നൂറ്റാണ്ടിന്റെ
ഒരു മധ്യകാലഘട്ടം വരെ പ്രചാരത്തിലുണ്ടായിരുന്നതും ഇന്നും വലിയ സ്വാധീനമുള്ളതുമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. സെലിബ്രേറ്റഡ് നേച്ചർ, ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആൻഡ് ഇമോഷൻ, കോൺട്രാസ്റ്റിംഗ് വിത്ത് റിസ്ട്രെയിൻഡ് ആൻഡ് ഓർഡർ ഓഫ് ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിസിസം. റൊമാൻറ്റിസിസത്തിനകത്ത് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓരോ വ്യക്തികൾ, അതായത് എഴുതുന്ന വ്യക്തികൾ അവരുടെ ഇമോഷൻസ്, അവരുടെ എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എഴുതുന്ന ഒരു രീതിയാണ് റൊമാൻറ്റിസിസത്തിനകത്തുണ്ടായിരുന്നത്. നമുക്ക് ക്ലാസിക് ലിറ്ററേച്ചറിനകത്ത് അല്ലെങ്കിൽ ക്ലാസിസിസത്തിനകത്ത് നമ്മൾ കണ്ടത് യൂണിവേഴ്സൽ തീം എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ഫോക്കസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്, അതുപോലെ ഇമോഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എംഫസൈസ്ഡ് ഇമോഷൻസ്, ഇൻഡിവിജ്വലിസം, നേച്ചർ, ഐസൊലേഷൻ ആൻഡ് ഐഡിയലൈസേഷൻ ഓഫ് വിമൻ. അപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ ഇതിനകത്ത് ഈ വ്യക്തിപരമായിട്ടുള്ള ഇമോഷൻസ്, അതുപോലെ തന്നെ ഈ ഒറ്റപ്പെടൽ, സ്നേഹം, പ്രണയം, അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇതിനകത്ത് എഴുതുന്നുണ്ട്. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ദി ഇന്നർ ലൈഫ് ഓഫ് ദ റൈറ്റർ ആൻഡ് ഓഫ്റ്റൻ യൂസ്ഡ് ഓട്ടോബയോഗ്രഫിക്കൽ മെറ്റീരിയൽ. ഈ എഴുത്തുകാരുടെ ഇന്നർ ലൈഫ്, അവരുടെ ഇന്നർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് റൊമാൻറ്റിസിസത്തിനകത്ത് വരുന്നത്. പലപ്പോഴും അത് ഓട്ടോബയോഗ്രഫിക്കലാണ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എഴുതുന്നത്. റൈറ്റേഴ്സ് ലൈക്ക് കീറ്റ്സ്, വേർഡ്സ്വർത്ത്, ഷെല്ലി ആൻഡ് മേരി ഷെല്ലി വെർ പ്രൊമിനന്റ് ഫിഗേഴ്സ് ഇൻ റൊമാൻറ്റിസിസം, ക്രിയേറ്റിംഗ് വേർഡ്സ് ദാറ്റ് സെലിബ്രേറ്റഡ് ദീസ് ഐഡിയൽസ്. അപ്പോൾ കീറ്റ്സിനെ പോലെ, വേർഡ്സ്വർത്തിനെ പോലെ ഒരുപാട് പേര് ഈ റൊമാൻറ്റിസിസം എന്നുള്ള മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ട്. നമുക്കറിയാം വേർഡ്സ്വർത്ത് ഇങ്ങനെ പ്രകൃതിയെക്കുറിച്ച് എഴുതുന്നതും അതുപോലെ തന്നെ കീറ്റ്സിന്റെ പ്രണയത്തെ കുറിച്ചിട്ടുള്ള എഴുത്തുകളൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ആ രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്, ഇന്നർ ഫീലിങ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുക്കുന്നതാണ് റൊമാൻറ്റിസിസം. അടുത്തത് ഹ്യൂമനിസം. ഒറിജിനേറ്റഡ് ഇൻ നോർത്തേൺ ഇറ്റലി ഡ്യൂറിംഗ് ദ 13th and 14th century, സ്പ്രെഡിംഗ് ത്രൂ യൂറോപ്പ് ആൻഡ് ഇംഗ്ലണ്ട്. ഇറ്റലിയിൽ 13-14 നൂറ്റാണ്ടുകളിൽ തുടക്കം കുറിച്ചിട്ടുള്ള മൂവ്മെന്റാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. അവിടെ നിന്ന് യൂറോപ്പിലെമ്പാടും ഇംഗ്ലണ്ടിലും ഇത് എത്തുകയായിരുന്നു. ബിലീഫ് ഇൻ ദ വാല്യൂ, ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഹ്യൂമൻ, മനുഷ്യർ എന്നുള്ളൊരു സങ്കല്പത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഹ്യൂമനിസത്തിനകത്ത് വരുന്നത്. എംഫസൈസസ് റീസൺ ആൻഡ് സയൻസ് ഓവർ സ്ക്രിപ്ചർ ആൻഡ് ട്രഡീഷൻ. അപ്പോൾ അതുവരെയുള്ള ഒരു സാഹിത്യത്തിന്റെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം. നമ്മൾ പറയുന്നത് 13-14 നൂറ്റാണ്ടുകളുടെ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഉൾപ്പെടെയാണെങ്കിൽ തന്നെയും പുരാണ സാഹിത്യങ്ങളാണ് കൂടുതലുള്ളത്. നാടകങ്ങളായാലും മറ്റ് കൃതികളായാലും കവിതകളായാലും എല്ലാം തന്നെ പുരാണത്തിലെ കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ട് അങ്ങനെ റിലീജിയന് വളരെ പങ്കുള്ള രീതിയിലാണ് സാഹിത്യം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് മനുഷ്യർക്ക് പങ്ക് കൊടുക്കുന്ന, മനുഷ്യരെ ഫോക്കസ് ചെയ്യുന്ന ലിറ്ററേച്ചർ എന്നുള്ള രീതിയിലാണ് ഹ്യൂമനിസം വരുന്നത്. ഹ്യൂമനിസം മാർക്ക് ഷിഫ്റ്റ് അവേ ഫ്രം ദ ഡോമിനൻസ് ഓഫ് റിലീജിയസ് തീംസ് ഇൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ ഹ്യൂമനിസത്തിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ 13-14 നൂറ്റാണ്ടുകളിൽ ഈ മതപരമായിട്ടുള്ള കഥകളും കഥാപാത്രങ്ങളുമാണ് സാഹിത്യത്തിനകത്ത് നിറഞ്ഞു നിന്നിരുന്നത്. അത് മാറ്റിക്കൊണ്ട് മനുഷ്യരിലേക്ക്, മനുഷ്യ കഥാപാത്രങ്ങളിലേക്ക് ഫോക്കസ് കൊണ്ടുവരിക എന്നുള്ള ഒരു മൂവ്മെന്റാണ് ഹ്യൂമനിസത്തിനകത്ത് സംഭവിക്കുന്നത്. റിയലിസം. Movement in art and literature in 19th century, rejecting the exotic and poetic conventions of romanticism. റിയലിസം എന്ന് പറയുന്നത് നമുക്ക് ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് റിയൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ റൊമാൻറ്റിസിസത്തിനകത്തൊക്കെ നമ്മൾ കണ്ടത് എന്താണ്, ഈ ഫീലിങ്സ്, ഇമോഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ആലങ്കാരികമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഉണ്ടായിരുന്നെങ്കിൽ റിയലിസം പറയുന്നത് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണുള്ളത് അതുപോലെ അവതരിപ്പിക്കുക എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തോട് കൂടിയിട്ടുള്ള സാഹിത്യം എന്നുള്ള സങ്കല്പമാണ് റിയലിസത്തിനകത്ത് വരുന്നത്. Depicts everyday experiences of relatable characters realistically, focusing on society's middle and lower classes. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഇതിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആളുകൾ. സാധാരണ എനിക്ക് സാഹിത്യത്തിനകത്തുള്ള ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കുന്നതായിരിക്കും. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ആയിക്കൊള്ളുന്നില്ല. നമ്മൾ പറയുന്നത് ഈ ഒരു മൂവ്മെന്റ് തുടങ്ങി വരുന്ന കാലഘട്ടത്തിലുള്ള സാഹിത്യത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ യഥാർത്ഥ ജീവിത യാഥാർത്ഥ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സാഹിത്യത്തിനകത്ത് അവതരിപ്പിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് റിയലിസത്തിനകത്ത് വരുന്നത്. Realistic works often offer social commentary, highlighting the challenges faced by ordinary people in a rapidly changing world. ആ രീതിയിൽ സാധാരണക്കാരെയും അവരുടെ ജീവിതത്തെയും അവതരിപ്പിക്കുക എന്നതിലൂടെ
നമുക്ക് സമൂഹത്തെ കുറിച്ചിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടി നമുക്ക് ഇത്തരം സാഹിത്യത്തിൽ നിന്ന് ലഭിക്കും. നാച്ചുറലിസം, ലിറ്റററി ജനർ എംഫസൈസിങ് എക്സ്ട്രീം റിയലിസം ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡാർവിനിസം ആൻഡ് മെറ്റീരിയലിസം. നാച്ചുറലിസം എന്ന് പറയുന്നത് ഈ ഭൗതികവാദം, അതുപോലെ തന്നെ ഈ പരിണാമ സിദ്ധാന്തം തുടങ്ങിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സിദ്ധാന്തങ്ങളുടെ ഒരു സ്വാധീനം കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ റിയലിസത്തിന്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള വേർഷനാണ് അവതരിപ്പിക്കുന്നത്. സജസ്റ്റ് ദാറ്റ് ഹ്യൂമൻ ക്യാരക്ടർ ഈസ് ഷേപ്ഡ് ബൈ ഫാമിലി, സോഷ്യൽ കണ്ടീഷൻസ് ആൻഡ് എൻവയോൺമെന്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതാണ്. നമ്മൾ പറയുന്നുണ്ട് ഒരു മനുഷ്യനും കള്ളനും കൊലപാതകമായിട്ടൊന്നും ജനിക്കുന്നില്ല, ചുറ്റുപാടുകളാണ് അവരെ അങ്ങനെ ആക്കുന്നത് എന്നുള്ള രീതിയിൽ. അതായത് ഒരു മനുഷ്യന്റെ ഫ്രീ ചോയ്സ്, ഫ്രീ വിൽ എന്ന് പറയുന്നത് പരിമിതമാണ്. അവർ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു, ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഒരുപാട് സ്വാധീനം വരുത്തുന്നുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ നാച്ചുറലിസത്തിനകത്ത് പറയുന്നത്. പോർട്രേറ്റ്സ് ക്യാരക്ടേഴ്സ് ആസ് ഡിറ്റർമിൻഡ് ബൈ ദർ സറൗണ്ടിങ്സ്. ആ രീതിയിൽ ഇവിടെ യഥാർത്ഥ ജീവിതവും അത്തരം സന്ദർഭങ്ങൾ തന്നെയാണ് അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ഈ ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലേക്ക് കൂടി ഒരു ഫോക്കസ് വരുന്നുണ്ട്. Naturalism suggests a deterministic view of character, actions and life, contrasting with realism's focus on depicting things as they appear. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റിയലിസത്തിനകത്ത് യഥാർത്ഥ ജീവിതം, യഥാർത്ഥ ക്യാരക്ടേഴ്സ് തുടങ്ങിയവയാണ് അവതരിപ്പിക്കുന്നത്. നാച്ചുറലിസത്തിനകത്ത് ഒരു സ്റ്റെപ്പ് കൂടി കടന്നിട്ട് അവരുടെ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം അനുഭവങ്ങൾ, അവസ്ഥകൾ അവർക്ക് ഉണ്ടായത്, അവരിങ്ങനെ ആയത് എന്നുള്ള കാര്യത്തിലേക്ക് കൂടി ഒരു ഫോക്കസ് കൊടുക്കുന്ന രീതിയിലുള്ള ലിറ്ററേച്ചറാണ് നാച്ചുറലിസത്തിനകത്ത് വരുന്നത്. അടുത്തത് സിംബോളിസം. ലേറ്റ് 19th century ലിറ്റററി മൂവ്മെന്റ് സെന്റേഡ് അറൌണ്ട് പോയറ്റ്സ് ആൻഡ് നോവലിസ്റ്റ് ഹു റിജക്റ്റഡ് കൺവെൻഷണൽ ലാംഗ്വേജ് ആൻഡ് ഫോംസ്, സീക്കിംഗ് ടു ഇവോക്ക് ഐഡിയാസ് ഇൻഡയറക്ട്ലി ത്രൂ സിംബൽസ്. 19th സെഞ്ചുറിയുടെ അവസാന ഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നിട്ടൊരു മൂവ്മെന്റ് ആണ് സിംബോളിസം. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സിംബലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആശയങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള ഒരു സംവിധാനമാണ്. കാര്യങ്ങൾ നേരിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് സിംബൽസ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിക് ഫോമാണ് സിംബലിസത്തിനകത്ത് വരുന്നത്. സിംബോളിസ്റ്റ് വർക്ക്സ് എംഫസൈസ് ദി സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആൻഡ് ഇന്നർ വേൾഡ് ഓഫ് ദ ക്യാരക്ടേഴ്സ്. അതിൽ വരുന്ന മറ്റൊരു സവിശേഷത ഈ കഥാപാത്രങ്ങളുടെ ഇന്നർ വേൾഡ്, അവരുടെ ആന്തരികമായിട്ടുള്ള അനുഭവങ്ങൾ അതിൽ ഫോക്കസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ദേ എയിം ടു ഇവോക്ക് ഇമോഷൻസ് ആൻഡ് ഇൻസ്പയർ കണ്ടംപ്ലേഷൻ റദർ ദാൻ സിംപ്ലി പ്രസന്റ് എ റിയലിസ്റ്റിക് പിക്ചർ. അപ്പോൾ റിയലിസത്തിനകത്ത് കാണിക്കുന്ന എന്താണ്, കാര്യങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ അവതരിപ്പിക്കുക മാത്രമല്ല, അതിനെ കുറിച്ചിട്ട് ഈ വായിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാനുള്ള ഒരു സാധ്യത കൂടി തുറന്നു കൊടുക്കുന്ന, അവർക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള, അവരുടെ രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള ഒരു സാധ്യത കൂടി തുറന്നു കൊടുക്കുന്ന, ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് സിംബോളിസത്തിൽ വരുന്നത്. അതിൻ്റെ ഉദാഹരണം വരുന്നത് ഇപ്പം നമുക്ക് തന്നെ പഠിക്കാനുള്ള ആനിമൽ ഫാം എന്ന് പറയുന്ന ജോർജ് ഓവലിൻ്റെ ഒരു നോവലുണ്ട്. ആ നോവലിനകത്ത് കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ആനിമൽസ് ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിലും എന്താണ്, മനുഷ്യരുടെ ഒരു സമൂഹത്തിന്റെ കഥ തന്നെയാണ് അതിൽ പറയുന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു അലിഗോറി ആയിട്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് സിംബൽസിലൂടെ എക്സ്പ്രസ് ചെയ്യുന്ന സംവിധാനമാണ് സിംബോളിസത്തിൽ വരുന്നത്. ഇനി മൊഡ്യൂളിൽ നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളത് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. term coined by John Keats, referring to a writer's ability to accept uncertainties and mysteries without seeking definite answers. ജോൺ കീറ്റ്സ് ആണ് ഈ ഒരു ടേം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നെഗറ്റീവ് കേപ്പബിലിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ കഴിവാണ്. അൺസേർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അതായത് ഈ എഴുതുന്ന ആൾക്ക് തന്നെ ഒരു വ്യക്തതയില്ലാത്ത, കൃത്യമായിട്ടുള്ള ഉത്തരമില്ലാത്ത സാഹചര്യങ്ങൾ അംഗീകരിക്കാനുള്ള കഴിവ് എന്നാണ് പറയുന്നത്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള തിയറി ഉണ്ട്, പോളിഫോണി എന്ന് പറയുന്നത്. അതായത് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളിൽ ഏത് കഥാപാത്രം പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ഈ എഴുതുന്ന വ്യക്തി ഒരു കഥാപാത്രത്തിന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കാതെ നിഷ്പക്ഷമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഈ എഴുതുന്ന വ്യക്തി അയാൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാതെ തന്നെ ഈ കഥാപാത്രങ്ങളിലൂടെ വ്യത്യസ്ത സാധ്യതകളെ അവതരിപ്പിക്കാനുള്ള കഴിവ് ഈ നെഗറ്റീവ് കേപ്പബിലിറ്റിയുടെ അദ്ദേഹത്തിന് ലഭിക്കുന്നു. കാരണം ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം വേണമെന്നുള്ള നിർബന്ധം അവിടെ ഈ എഴുതുന്ന വ്യക്തിക്ക് ഉണ്ടാവുന്നില്ല. ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു ബി ഒബ്ജക്റ്റീവ് ആൻഡ് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ഇൻ റൈറ്റിംഗ്, allowing for uncertainties and mysteries to remain unresolved.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒബ്ജക്റ്റീവ് ആയിട്ട് നിൽക്കുക, സബ്ജക്റ്റീവ് ആവാതെ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക. ഈ എഴുതുന്ന വ്യക്തിയുടെ ഇമോഷൻസ് എഴുതുന്നതിനെ സ്വാധീനിക്കാതെ ഒരു ഒബ്ജക്റ്റീവായി നിന്നുകൊണ്ട് എല്ലാ സാധ്യതകളെയും പരിഗണിക്കാനുള്ള ഒരു ഓപ്പൺ മൈൻഡോട് കൂടിയുള്ള ഒരു റൈറ്റിങ്ങിനെയാണ് ഈ നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അലോസ് ഫോർ എ മോർ ഓപ്പൺ മൈൻഡഡ് ആൻഡ് നുവാൻസ്ഡ് അപ്രോച്ച് ടു ലിറ്ററേച്ചർ, കോൺട്രാസ്റ്റിംഗ് വിത്ത് ഡിഡാക്ടിക് റൈറ്റിംഗ് ദാറ്റ് സീക്സ് ടു പ്രൊവൈഡ് ക്ലിയർ മോറൽ ലെസൺസ്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ പല തിയറിക്കകത്തും എന്താണ് മോറൽ ലെസൺസ്, ധാർമ്മികമായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വരുന്നത് റൈറ്റർക്ക് കൃത്യമായിട്ടൊരു സന്ദേശം കൊടുക്കാൻ കഴിയില്ലെങ്കിലും അയാളുടെ സംശയങ്ങൾ കൂടി, അയാളുടെ ചിന്തകൾ കൂടി അവതരിപ്പിക്കാൻ കഴിയുക, ആ സംശയങ്ങളെയും അവ്യക്തതകളെയും അയാൾക്ക് അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളൊരു കഴിവിനെയാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.